ഹലോ മൈ ഡിയേഴ്സ്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു 2 kg റെഡ് വെൽവെറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിന്റെ ഐസിങ്ങും ഫ്രോസ്റ്റിങ്ങും അതിന്റെ ഫില്ലിങ്ങും നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഇതൊരു ചെറിയൊരു നോസിലൊന്നും ഇല്ലാണ്ട് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടൊരു ഡിസൈൻ ആണ് നമ്മൾ ഈ കേക്കിന് ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നോർമൽ റെഡ് വെൽവെറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും അതിന്റെ ഒറിജിനൽ കേക്ക് എന്ന് പറയുന്നത് നമ്മൾ ക്രീം ചീസ് ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ക്രീം ചീസ് നമ്മൾ അതിന്റെ ക്രീമിൽ നമ്മളെ നോർമൽ വിപ്പ് ക്രീം മാത്രമല്ലാണ്ട് നമ്മൾ ക്രീം ചീസ് ബീറ്റ് ചെയ്ത് പഞ്ചസാര പൊടിച്ചതും കൂടെ ബീറ്റ് ചെയ്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ഈ രണ്ട് ക്രീമും കൂടെ മിക്സ് ചെയ്ത് ക്രീമാണ് നമ്മൾ ലെയറിലും അതുപോലെ തന്നെ പുറത്തും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. നോർമൽ നമ്മുടെ ശരിക്കും നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് പഠിക്കുമ്പോൾ റെഡ് വെൽവെറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ക്രീം ചീസിന്റെ ടേസ്റ്റ് ഒരുവിധം 99% ആളുകൾക്കും അത് ഇഷ്ടമല്ല. ആരും പ്രിഫർ ചെയ്യാറില്ല. എപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങോട്ട് ചോദിച്ചാൽ പോലും അവർക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ പറയാണ്ട് റെഡ് വെൽവെറ്റ് അങ്ങനെ ചെയ്ത് കൊടുത്താലും നമുക്കതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പോലെയാണ് വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടില് വെസ്റ്റേണേഴ്സ് ഒക്കെ ഒരുപാട് പ്രിഫർ ചെയ്യുന്നതാണ് ഈ ക്രീം ചീസ് എന്ന് പറയുന്നത്. അതുപോലെ പുറത്ത് ജോലി ചെയ്യുന്നവർ അവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പൊതുവെ അതത്ര ഒരു നല്ല എഫക്റ്റ് അല്ല കൊണ്ടുവരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രീം ചീസ് ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു റെഡ് വെൽവെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ പുറത്ത് സെയിൽ ചെയ്യാൻ കൊടുക്കുന്ന സമയത്തും ഈ മെത്തേഡിൽ തന്നെ ചെയ്യാം കേട്ടോ. ക്രീം ചീസ് പ്രത്യേകം നമ്മൾ റേറ്റ് ഇട്ടാ കാറ്റലോഗിൽ പ്രത്യേകം റേറ്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രീം ചീസിന്റെ വേറൊരു റെഡ് വെൽവെറ്റ് കാറ്റഗറി തന്നെ കൊടുക്കുക. എന്നിട്ട് കസ്റ്റമർ അത് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ഇതാ മതി, റെഡ് വെൽവെറ്റിൽ ക്രീം ചീസ് ആഡ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന ഈ റെസിപ്പി നമ്മൾ ഇതേ മതി ഫോളോ ചെയ്താൽ മതി.